നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഇപ്പോൾ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. അനർഹമായിട്ടാണ് അവർ റേഷൻ സാധനങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ റേഷൻ സാധനങ്ങൾ വാങ്ങുന്നതെങ്കിൽ വലിയ രൂപത്തിലുള്ള ഫൈനും മറ്റു കാര്യങ്ങളും അടയ്ക്കേണ്ടി വരും. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എത്ര രൂപയാണ് അടയ്ക്കേണ്ടത്? അതുപോലെ തന്നെ ഇപ്പോൾ വെള്ള, നീല കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അവർക്ക് ചുവപ്പിലേക്ക് മാറാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാറാൻ സാധിക്കും എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെന്റ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. സർക്കാരിൽ നിന്നും ഒരുപാട് അറിയിപ്പുകൾ ഉണ്ടായിരുന്നു. അനർഹമായിട്ട് മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ കൈവശം വെച്ച് റേഷൻ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈനുകൾ തിരിച്ചടയ്ക്കേണ്ടി വരും. ഇപ്പോഴും ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള റേഷൻ കാർഡുകൾ കൈവശം വെക്കുന്നുണ്ട്. അവരുടെ വീടുകൾ നാളെ മുതൽ ഒരു അന്വേഷണം നടക്കുകയാണ്. അന്വേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ അവർ ഇത്രയും കാലം വാങ്ങിയ സാധനത്തിന്റെ കണക്ക് കൂട്ടി നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. ആദ്യം എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് നമ്മുടെ റേഷൻ കാർഡ് ചുവപ്പിൽ നിന്നും വെള്ളയിലേക്ക് മാറാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിൽ 4 ചക്ര വാഹനമുണ്ടെങ്കിൽ നമുക്ക് ചുവപ്പ് റേഷൻ കാർഡിന് മഞ്ഞ റേഷൻ കാർഡിന് അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അതുപോലെ തന്നെ 1000 സ്ക്വയർ ഫീറ്റിന് വീട്ടിൽ മേലെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും ഈ ഒരു 2 കാർഡുകൾക്കും അർഹതയില്ല. അതുപോലെ തന്നെ വീട്ടിൽ സർക്കാർ ജോലിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, 1 ഏക്കറിന് മേലെ ഭൂമി ഉണ്ടെങ്കിൽ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അവർക്ക് റേഷൻ കാർഡിൽ നിന്നും ചുവപ്പിൽ നിന്നും വെള്ളയിലേക്ക് മാറണം. നിർബന്ധമായിട്ടും അവർ മാറ്റണം. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിൽ വാഹനമുണ്ടെങ്കിൽ, അതില്ലെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ, 1 ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ പെൻഷൻ വാങ്ങുന്ന കാര്യം പറഞ്ഞതുപോലെ തന്നെ 1 ഏക്കറിന് മേലെ ഭൂമിയില്ലാന്ന് തെളിയിക്കുന്ന നികുതി ഷീറ്റ് നമ്മൾ കൈവശം വെക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ വീടിന്റെ അളവ് കാണിക്കുന്ന പഞ്ചായത്തിൽ നിന്നുള്ള രേഖ നമ്മുടെ കൈവശം ഉണ്ടാകുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വെക്കുക. അവർ ചോദിക്കുന്ന പക്ഷം നമ്മൾ അത് കാണിക്കേണ്ടി വരും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വളരെ വിശദമായ ഒരു കാര്യമാണ്, നമ്മുടെ കാർഡിൽ നിന്നും ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ കാർഡിൽ നിന്നും ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് എത്രയും പെട്ടെന്ന് ഒഴിവാക്കാൻ അപേക്ഷ കൊടുക്കുക. അവർ എന്നാണോ മരണപ്പെട്ടത് അന്ന് മുതൽ ഓരോ കിലോ ആയിരിക്കും 40 രൂപ വെച്ച് അവർ എത്ര കാലം വാങ്ങിയോ അത്രയും കാലത്തെ പണം കണക്കാക്കി നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. ഒരുപാട് ആളുകൾ 30,000 40,000 രൂപ വരെ ഫൈൻ അടയ്ക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നിർബന്ധമായിട്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ അറിയാത്ത പക്ഷം നമ്മൾ അവരുടെ സാധനങ്ങൾ നമ്മൾ വാങ്ങുകയും ചെയ്യും. പിന്നീട് നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈനുകൾ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ എന്നാണോ നമ്മൾ വെള്ളയിലേക്ക് മാറാൻ അല്ലെങ്കിൽ നമ്മുടെ പേരിൽ ഒരു വാഹനം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീട് ഒരു 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീടുണ്ടാകുന്നത്, 1 ഏക്കറിന് മേലെ ഭൂമി ഉണ്ടാകുന്നത്, ആ ഉണ്ടായ അന്ന് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനിൽ അപേക്ഷ കൊടുക്കുക. വെള്ളയിലേക്ക് മാറാനുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ വഴിയായിരിക്കും ഇതിന് അപേക്ഷ സമർപ്പിക്കുക. അതിന്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാർഡ് വെള്ളയിലേക്ക് മാറും. പിന്നീട് നമുക്ക് ഫൈനോ മറ്റു കാര്യങ്ങളോ അടയ്ക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ ഇപ്പോൾ വെള്ള, നീല കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ, മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇല്ലാത്ത ആളുകളാണെങ്കിൽ, സ്വന്തമായി വാഹനം ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്കിപ്പോൾ ചുവപ്പിലേക്ക് മാറാൻ അവസരമുണ്ട്. ഓൺലൈൻ വഴി തന്നെയാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്. റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം.